PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിലെ കുറച്ച് ട്രിക്സ് ആണ്. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ മാത്സ് ട്രിക്സും കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറേയധികം ട്രിക്സ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒന്ന് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബാക്കി കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ താല്പര്യമുള്ളതായിട്ട് ഒത്തിരി പേര് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുറച്ച് ട്രിക്സും കൂടെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ മുന്നേ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുള്ള ട്രിക്സ് ആണ്. അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പുതിയൊരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. BEENZ എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ചാനൽ എന്ന് പറയുമ്പോൾ മാത്സും നമ്മുടെ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ PSC കാര്യങ്ങളൊക്കെയാണ്. BEENZ നമ്മൾ പറയുന്നത് മോട്ടിവേഷൻ, ഫാക്ട്സ്, ഹിസ്റ്ററി അങ്ങനെ എല്ലാം. നിങ്ങൾക്ക് സ്റ്റോറിയൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു ചാനൽ എന്തായാലും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. BEENZ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിലൊരു 10-15 വീഡിയോസോളാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് അതിൽ അത്ര വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിലും ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്താണ് ചാനൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ട്രിക്ക് നോക്കാം. പെർസെൻറ്റേജ് കാണാനുള്ള ട്രിക്കാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അതായത് 50% ഓഫ് 40%, 40%ൻ്റെ 50% എന്താണ്, അല്ലെങ്കിൽ 70%ൻ്റെ 30% എന്താണ്. അങ്ങനെ പെർസെൻറ്റേജ് കാണാനുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ 50% എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 50 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇൻറ്റു 40% എന്ന് പറയുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, 50% ഓഫ് 40% കാണാൻ ഇത്രയും ചെയ്താൽ മതി. 50/100 ഇൻറ്റു 40/100 ചെയ്യാം. ഓക്കെ, ഇൻറ്റു ആണ് ഇവിടെ വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. 5 × 4 20 ഡിവൈഡഡ് ബൈ 10 × 10 100. 20/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സ്ഥാനം നീക്കി. ഏതൊരു സംഖ്യയും 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 20. അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 0.20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ എളുപ്പമല്ലേ? 50% ഓഫ് 40% കാണാൻ. 50/100 ഇൻറ്റു 40/100 എത്ര കിട്ടി? 20/100 ഇസ് ഈക്വൽ ടു 0.20. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാം. 40% ഓഫ് 60% ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആൻസർ 40% ഓഫ് 60% എത്രയാണ് എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അടുത്ത ട്രിക്ക് നോക്കാം. ഒരു ഡിവിഷൻ ട്രിക്കാണ് കേട്ടോ. അതായത് ഏതൊരു സംഖ്യയെയും 50 കൊണ്ട് ഹരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നത് എന്നുള്ള വഴിയൊക്കെ അറിയണമെന്നുള്ളവർ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വന്നത് എന്നുള്ള വഴിയൊക്കെ പറഞ്ഞിട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. 125 ഹരിക്കണം 50. 50നെ 125 കൊണ്ട് ഹരിക്കണം. ഏതൊരു സംഖ്യയും 50 കൊണ്ട് ഹരിക്കാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. തന്നിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടി എടുക്കുക, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 125ൻ്റെ ഇരട്ടി എത്രയാണ്? നമുക്കറിയാം 250 ആണ് അല്ലേ? ഇനി ഇരട്ടി എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 125, 100ഉം 25ഉം കൂടെ ചേരുന്നതാണ് 125. അതറിയാലോ. 100ൻ്റെ ഇരട്ടി 200, 25ൻ്റെ ഇരട്ടി 50, 200ഉം 50ഉം കൂടെ കൂട്ടിയാൽ 250. അങ്ങനെ ഇരട്ടി എടുക്കാം അല്ലേ? അപ്പോൾ 250 ആണ് 125ൻ്റെ ഇരട്ടി. ഇനി എന്ത് ചെയ്യണം? ഇരട്ടി എടുത്ത് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 2 സ്ഥാനം എന്ന് പറയുമ്പോൾ 0.5 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2.50 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്തത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. 136 ഹരിക്കണം 50. ഏത് സംഖ്യയിലും 50 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇരട്ടി എടുക്കുക, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 136ൻ്റെ ഇരട്ടി എത്രയാണ്? 100ൻ്റെ ഇരട്ടി 200, 30ൻ്റെ ഇരട്ടി 60. അപ്പോൾ 260 ആയി. 6ൻ്റെ ഇരട്ടി 12. അപ്പോൾ 260ഉം 12ഉം എത്രയാണ്? 272 ആണ്. ഓക്കെ, അപ്പോൾ 136ൻ്റെ ഇരട്ടി കിട്ടി നമുക്ക്. ഇനി എന്ത് ചെയ്യുക? 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ ഇതാ ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പോൾ 2.72 എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ ഈസി അല്ലേ? 125 ഹരിക്കണം 50, 2.50. എന്ത് ചെയ്യണം? ഏതൊരു സംഖ്യയും 50 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഇരട്ടി എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ഞാൻ തരാം. 375 ഹരിക്കണം 50 എത്രയാണ് എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ?
അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നോക്കാം, ഗുണിക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന നമ്പർ ശ്രദ്ധിക്കുക. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അവസാനം 1 വരുന്ന സംഖ്യകളാണ് അല്ലേ. അവസാനം 1 വരുന്ന സംഖ്യകൾ ഗുണിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട്, നമ്മൾ സാധാരണ രീതിയിൽ ഗുണിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഗുണിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കാം, 31 × 61. സാധാരണ പോലെ എഴുതി ഗുണിക്കുകയാണെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലേ. നമുക്ക് ഇവിടുന്ന് ഒറ്റ സ്റ്റെപ്പിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, രണ്ടിടത്തും 1 ആണ് അവസാനമെങ്കിൽ ആ 1നെ അതുപോലെ എഴുതുക. ഓക്കെ, 1 എന്നുള്ളത് അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ കിടക്കുന്ന സംഖ്യ ഏതാണ്? ഇവിടെ 3ഉം ഇവിടെ 6ഉം. 10ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകളെ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക. 6ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 9. ഓക്കെ, കൂട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ 6ഉം 3ഉം കൂടെ ഗുണിക്കുക. എത്രയാണ് 6 3? 18. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, എന്താണ് ചെയ്തത്? 1 എന്നുള്ളത് അതുപോലെ എഴുതി, 6ഉം 3ഉം കൂടെ കൂട്ടി 9, 6ഉം 3ഉം കൂടെ ഗുണിച്ചു 18. 1891 നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് 2 അക്ക സംഖ്യ വരുമ്പോൾ ചെയ്യുക. ഇനി ഇവിടെ 3 അക്കവും 2 അക്കവുമാണ് അല്ലേ. എങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യുക, 1 ആണ് അവസാനം വരുന്നത്. ആ 1നെ അതുപോലെ എടുത്തെഴുതുക. 1 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇവിടെ 12ഉം 3ഉം ആണ് അടുത്തതുള്ളത് അല്ലേ. അപ്പോൾ 12ഉം 3ഉം കൂടെ കൂട്ടുക. 12ഉം 3ഉം കൂടെ കൂട്ടി എത്രയാ? 15 ആണ്. അപ്പോൾ 2 അക്ക സംഖ്യ വന്നല്ലേ. 15 വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 5 ഇവിടെ എഴുതുക, ബാലൻസ് 1 അവിടെ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, 12ഉം 3ഉം കൂടെ ഗുണിക്കണം. നമ്മൾ അവിടെ എങ്ങനെയല്ലേ ചെയ്തത്? 6ഉം 3ഉം കൂടെ കൂട്ടി 6ഉം 3ഉം കൂടെ ഗുണിച്ചു. അതുപോലെ 12ഉം 3ഉം കൂടെ കൂട്ടി 15, 1 ബാലൻസ് എഴുതി, 5 അവിടെ എഴുതി വെച്ചു. 12 × 3 എത്രയാണ്? 12 × 3 36. 36ഉം ഇവിടെ ഒരു ബാലൻസ് 1 ഇല്ലേ, അതും കൂടെ കൂട്ടി എഴുതിയാൽ മതി. 36 1 എത്രയാണ്? 37. ആൻസർ ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ. അടുത്തത് നോക്കാം, 121 × 121. ഇവിടെ എന്താണ് പ്രത്യേകത? രണ്ടിടത്തും 3 അക്ക സംഖ്യയാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് ചെയ്യുക? നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. അവസാനം 1 ആണ്, ആ 1 അതുപോലെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യണം, ഇവിടെയും 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്, രണ്ടും കൂടെ കൂട്ടുക. 12ഉം 12ഉം എത്രയാണ്? 24. 24ന്റെ 4 എഴുതുക, 2 ബാലൻസ് ഉണ്ട്, അതവിടെ നിർത്തുക. ഇനി എന്ത് ചെയ്യുക, 12നെ 12 കൊണ്ട് ഗുണിക്കുക. 12 × 12 എത്രയാണ്? 144. 144ഉം 2ഉം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. 144ഉം 2ഉം എത്രയാണ്? 146. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ. അപ്പോൾ അവസാനം 1 വരുന്ന ഏത് സംഖ്യ ആണെങ്കിലും ഇത്രയേ ഉള്ളൂ. ആദ്യം 1 അതുപോലെ എടുത്തെഴുതുക, പിന്നെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണോ അത് തമ്മിൽ ആദ്യം കൂട്ടി എഴുതുക, പിന്നെ അവ തമ്മിൽ ഗുണിച്ചെഴുതുക. നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ്. നോക്കുക, 61 × 91. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ആൻസർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നോക്കുക, കുറയ്ക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നോക്കുക, 100 - 57 അല്ലെങ്കിൽ 1000 - 327. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കടം എടുക്കണം അല്ലേ. 0-ൽ നിന്ന് പോകില്ല, അപ്പോൾ അപ്പുറത്തുനിന്ന് കടം എടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 100 ൽ നിന്ന് 57 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ നോക്കാം, 7. അതിനെ 10ലോട്ട് എത്തിക്കുക. 7 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 3 കൂട്ടണം. നമുക്ക് കുറയ്ക്കുന്നതിനേക്കാൾ ഈസി അല്ലേ കൂട്ടുന്നത്. അപ്പോൾ 7 10 ആവണമെങ്കിൽ 3 കൂട്ടണം, എഴുതി. അടുത്ത സംഖ്യ എത്രയാണ്? 5. ആ 5നെ 9ലോട്ട് എത്തിക്കുക. 5 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 4 കൂട്ടണം. 4 എഴുതി. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. കുറയ്ക്കേണ്ട കാര്യമില്ല, കടമെടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, 7 10 ആവണമെങ്കിൽ 3 കൂട്ടണം, 5 9 ആവണമെങ്കിൽ 4 കൂട്ടണം. ആൻസർ ആയി. അടുത്തത് നോക്കുക, 100 - 69. എന്ത് ചെയ്താൽ മതി? 9 എടുത്തു. 9 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 1 കൂട്ടണം. 6 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 3 കൂട്ടണം. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അവസാനം വരുന്ന ഒറ്റയുടെ അക്കത്തുള്ള സംഖ്യ 10ലോട്ട് എത്തിക്കുക. ബാക്കിയുള്ള സംഖ്യകൾ എന്ത് ചെയ്യുക? 9ലോട്ട് എത്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, 1000 - 327. എന്ത് ചെയ്യണം? അവസാനം കിടക്കുന്ന സംഖ്യ 7 10ലോട്ട് എത്തിക്കുക. 7 10ലോട്ട് ആവാൻ എത്ര കൂട്ടണം? 3 കൂട്ടണം. ബാക്കിയുള്ള സംഖ്യകളൊക്കെ 9ലോട്ട് എത്തിക്കുക. 2 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 7 കൂട്ടണം. 3 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 6 കൂട്ടണം. സോ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഏത് സംഖ്യനെയും ഇങ്ങനെ കുറയ്ക്കാനായിട്ട് 100-ൽ നിന്നും 1000-ൽ നിന്നും കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനം കിടക്കുന്ന സംഖ്യനെ 10ലോട്ട് എത്തിക്കുക. ബാക്കിയുള്ള സംഖ്യകളെ എന്ത് ചെയ്യുക? 9ലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ ആണല്ലോ.
അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാ 1000 മൈനസ് 287. ഇതൊന്ന് ഈ രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നോക്കാം, സ്ക്വയർ കാണാനുള്ള ട്രിക്കാണ് കേട്ടോ. ഇത് മിക്കവർക്കും അറിയുന്ന ട്രിക്കായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. സ്ക്വയർ കാണാനായിട്ട് നമുക്ക് എളുപ്പ വഴി ആദ്യം എന്ത് ചെയ്യുക, 12ന്റെ സ്ക്വയർ ആണ്. 12ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം 144 ആണെന്ന്. അതെങ്ങനെയാണ് നമുക്ക് ഈ എളുപ്പ വഴിയിലൂടെ ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തൊരു വലിയ സംഖ്യ നോക്കാം. ആദ്യം 12ന്റെ സ്ക്വയർ ഞാൻ എഴുതാം. ആദ്യം നമ്മൾ ഒരു 3 ലൈൻ ഇട്ട് വയ്ക്കാം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈനൊക്കെ ഇടാൻ പറയുന്നത് കേട്ടോ, തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. 3 ലൈൻ ഇട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ അവസാനത്തെ ലൈനിൽ അവസാനത്തെ സംഖ്യയുടെ സ്ക്വയർ എഴുതാം. ഇവിടെ എന്താണ്, 2 ആണ് അല്ലേ? 2ന്റെ സ്ക്വയർ ഇവിടെ എഴുതാം. 2ന്റെ സ്ക്വയർ 4 എഴുതി വെച്ചു. ഇനി ഈ 1 ഉണ്ടല്ലോ ഇവിടെ, 1ന്റെ സ്ക്വയർ ഇവിടെ എഴുതാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 എഴുതി. ഇനി നടുക്ക് കിടക്കുന്ന സംഖ്യ കിട്ടാനായിട്ട് ഈ 3ഉം കൂടെ ഗുണിക്കുക. 1 × 2 2, 2 × 2 എത്രയാ, 4. ആ 4 ഇവിടെ എഴുതി വയ്ക്കാം. ആൻസർ ആയി കഴിഞ്ഞു. 144. 12ന്റെ സ്ക്വയർ അല്ലേ? വളരെ ഈസി അല്ലേ? 1ന്റെ സ്ക്വയർ ആദ്യം എഴുതി, 2ന്റെ സ്ക്വയർ അവസാനം എഴുതി, നടുക്ക് എന്താണ് എഴുതിയത്, 1 × 2 × 2. ക്ലിയർ? അടുത്തത് നോക്കാം, 66 സ്ക്വയർ. ഓക്കെ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആദ്യം 3 ലൈൻ ഇട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനം കിടക്കുന്ന 6ന്റെ സ്ക്വയർ ഇവിടെ എഴുതാം. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 36 ആണല്ലേ? അപ്പം ഞാനിപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ നമുക്ക് എന്താണ് ഇങ്ങനെ 2 ഒക്കെ ആയിട്ട് എഴുതാൻ പാടോ? ഇല്ല. അപ്പോൾ നമ്മൾ ശിഷ്ടമൊക്കെ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 36ലെ 6 അവിടെ കിടന്നോട്ടെ. 2 ഒക്കെ ആയതുകൊണ്ട് ഒരു 6 അവിടെ ഇട്ടിട്ട് ബാക്കി 3 ഇവിടെ ഇട്ടു കേട്ടോ. ശിഷ്ടം ഇപ്പുറത്തോട്ട് വന്നു. ഇനി അടുത്ത 6 36, അത് ഫസ്റ്റ് ഇടുക. ഫസ്റ്റ് വരുന്ന സംഖ്യകൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, 2 ഒക്കെ ആണെങ്കിലും 1 ഒക്കെ ആണെങ്കിലും. ഓക്കെ, അവസാനം 2 ഒക്കെ വന്നപ്പോൾ നമ്മൾ 36ൽ 6 എഴുതി 3 ഇവിടേക്ക് ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഇടയ്ക്കുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 6 × 6 എത്രയാ, 36. 36 × 2 എത്രയാണ്, 36 × 2 72. 72ഉം ഇവിടെ ഒരു 3 ശിഷ്ടവും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അതും കൂടെ കൂട്ടണം അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂട്ടി എഴുതാം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 ഉണ്ട് അല്ലേ? ഇനി ഈ 7 എങ്ങോട്ട് പോവും, ശിഷ്ടം ഇങ്ങോട്ട് വരും. 2 ഒക്കെ സംഖ്യ ഒരുമിച്ച് എഴുതാൻ പാടുമോ? ഇല്ല. അപ്പോൾ 5 ഇവിടെ എഴുതി, 7 ഇപ്പുറത്തോട്ട് പോയി. ഈ 7ഉം 6ഉം കൂടെ കൂട്ടി എത്രയാണ്, 13ന് 3, 1 ശിഷ്ടം, 3 1 4. ആൻസർ ആയി കഴിഞ്ഞു. ഈസി അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് തരാം. 23ന്റെ സ്ക്വയർ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 23ന്റെ സ്ക്വയർ ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച് നോക്കുക, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നോക്കാം, ക്യൂബ് കാണാനുള്ള ട്രിക്കാണ്. ഇവിടെ നോക്കാം, 12 ക്യൂബ്. അപ്പോൾ ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ആദ്യം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ച് വെക്കുക കേട്ടോ. 12ന്റെ ക്യൂബ് കാണണം. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എഴുതേണ്ടത് 1 അല്ലേ? 12 എന്നുള്ളതിൽ 1 ആദ്യം എഴുതുക. ദെൻ 2 എന്ത് ചെയ്യുക, അതും അതുപോലെ എഴുതുക. 12 എന്നുള്ളതിന് 1 2 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാന്നറിയോ, ഈ 2 എഴുതിയില്ലേ, 2ന്റെ സ്ക്വയർ എഴുതുക. 2ന്റെ സ്ക്വയർ എത്രയാണ്, 4 എഴുതി. ഇനി 2ന്റെ ക്യൂബ് എഴുതുക. 2ന്റെ ക്യൂബ് എത്രയാണ്, 8 എഴുതി. ഓക്കെ, ആദ്യം 1 എന്ന് എഴുതി, ദെൻ 2 എന്ന് എഴുതി, 2ന്റെ സ്ക്വയർ എഴുതി, 2ന്റെ ക്യൂബ് എഴുതി. ഇത്രയും എഴുതിയത് ക്ലിയർ ആയല്ലോ? ഇനി ചെയ്യേണ്ട കാര്യം, ഈ നടുക്ക് കിടക്കുന്ന 2 സംഖ്യ അറ്റത്ത് ഓരോന്ന് വിടുക. ബാക്കി നടുക്ക് കിടക്കുന്ന സംഖ്യ അതിൻ്റെ ഇരട്ടി എഴുതുക. 2ന്റെ ഇരട്ടി എത്രയാണ്, 4. 4ന്റെ ഇരട്ടി എത്രയാണ്, 8. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബായി. ഓക്കെ, ഈസി അല്ലേ? 8 8 4 12ന് 2, 1 ശിഷ്ടം, 4 2 6 1 7 1. 1728 എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ ഈസി അല്ലേ? ആദ്യം എന്ത് ചെയ്തു, 12 എന്നുള്ളതിൽ 1 ഇവിടെ എഴുതി, 2 അടുത്ത് എഴുതി, 2ന്റെ സ്ക്വയർ എഴുതി, 2ന്റെ ക്യൂബ് എഴുതി, നടുക്ക് കിടക്കുന്ന സംഖ്യയുടെ ഇരട്ടി എഴുതി, കൂട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. എഴുതുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 12നെ 12 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും 12 ഗുണിച്ച് അത്രയും ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത 13ന്റെ ക്യൂബ് ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ ചെയ്യുക, ആദ്യം 1 എഴുതുക, ദെൻ അടുത്തത് 3 ആണ്, ആ 3 എഴുതുക, ദെൻ 3ന്റെ എന്ത് എഴുതണം, സ്ക്വയർ എഴുതണം. 3ന്റെ സ്ക്വയർ എത്രയാ, 9. ദെൻ 3ന്റെ ക്യൂബ് എഴുതുക. 3ന്റെ ക്യൂബ് എത്രയാ, 27 എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നടുക്ക് കിടക്കുന്ന സംഖ്യ. ഇപ്പം ഇത് ഏതാ നടുക്ക് കിടക്കുന്ന സംഖ്യ എന്ന് നോക്കുന്നുണ്ടാവും.
ഇത് എഴുതിയത് എന്താണ്? നമ്മൾ 27 ആണ്. ഇത് 1. അപ്പോൾ നടുക്ക് കിടക്കുന്ന ആളാരാ? 3 9. ഓക്കെ, അപ്പോൾ 3ൻ്റെ ഇരട്ടി എഴുതാം 6, 9ൻ്റെ ഇരട്ടി 18. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ കൂട്ടി എഴുതാം. കൂട്ടി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഈ ഭാഗത്തൊക്കെ ഓരോ അക്ക എഴുതാൻ പാടുള്ളൂ, ശിഷ്ടമൊക്കെ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ 7 ഇറക്കിയിടുക, ഈ 2 എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അപ്പോൾ 9 2 11, 11 8 എത്രയാണ്? 19. അപ്പോൾ 9 എഴുതി, ബാക്കി ഒരു 1 ഉണ്ട്. ഈ 1 1 കൂടെ കൂട്ടി 2 എങ്ങോട്ട് പോകും? ശിഷ്ടം ഇങ്ങോട്ട് വരും. 2 ഇങ്ങോട്ട് വന്നു, 3 2 5, 5 6 11, 11ന് 1, 1 ശിഷ്ടം, 1 1 2, 2197 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 13ൻ്റെ ക്യൂബ് കിട്ടിക്കഴിഞ്ഞു. ഈസി അല്ലേ? ഇവിടെ 2 അക്കമൊക്കെ വരുന്ന സമയത്ത് ഒരക്ക എഴുതാൻ പാടുള്ളൂ, ബാലൻസ് ശിഷ്ടം പുറകിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ ആണല്ലോ? ഒരക്കമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കൂട്ടി എഴുതാം. ഓക്കെ, അപ്പോൾ 12ൻ്റെ ക്യൂബും 13ൻ്റെ ക്യൂബും കണ്ടുപിടിച്ച് മനസ്സിലാലോ? ഏതിൻ്റെയാണോ ക്യൂബ് കാണേണ്ടത് ആ സംഖ്യ ആദ്യം 1 ആണെങ്കിൽ 1 എഴുതി, 2 ആണെങ്കിൽ 2 എഴുതി, 2ൻ്റെ സ്ക്വയർ എഴുതുക, 2ൻ്റെ ക്യൂബ് എഴുതുക, ഇടയ്ക്ക് കിടക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി എടുത്ത് എഴുതുക, കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബായി. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത നിങ്ങൾക്കുള്ള ഹോംവർക്ക് 15ൻ്റെ ക്യൂബ്. ഓക്കെ, 15ൻ്റെ ക്യൂബ് ഈ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നോക്കുക, 1 + 3/5, 1 + 4/7 ഇങ്ങനെയുള്ള സംഖ്യകൾ സോൾവ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് സെക്കൻഡിനുള്ളിൽ. എങ്ങനെയാണ്? അതായത് 1 കൊണ്ട് ഏതൊരു ഭിന്നസംഖ്യയും കൂട്ടാനായിട്ടുള്ള ട്രിക്ക്. നമ്മൾ ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ എന്താണ് സാധാരണ ചെയ്യുക? ഇവിടെ താഴെ ഒരു 1 ഇട്ട് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു 5 5 പ്ലസ് ഒരു 3 3 പ്ലസ് ഡിവൈഡഡ് ബൈ 5 അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ അത്രയും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. 1 കൊണ്ട് ഏതൊരു ഭിന്നസംഖ്യയും കൂട്ടുമ്പോൾ എളുപ്പ വഴി എന്ന് പറയുന്നത് ഭിന്നസംഖ്യയുടെ മുകളിലും താഴെയും കൂടെ കിടക്കുന്ന സംഖ്യയെ തമ്മിൽ കൂട്ടുക. അതായത് ഇവിടെ 3ഉം 5ഉം കൂടെ കൂട്ടുക. എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന സംഖ്യ അതുപോലെ എഴുതുക. ഓക്കെ, ഭിന്നസംഖ്യയുടെ മുകളിലും താഴെയുള്ള സംഖ്യ തമ്മിൽ കൂട്ടി എഴുതുക, താഴെ കിടക്കുന്ന സംഖ്യ അതുപോലെ എഴുതുക. അപ്പോൾ 5ഉം 3ഉം കൂടെ കൂട്ടി 8 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണെങ്കിലോ 1 + 4/7 എന്ത് ചെയ്യുക? 4 7ഉം കൂടെ കൂട്ടുക, 4 7ഉം കൂടെ കൂട്ടിയാൽ 11 ഡിവൈഡഡ് ബൈ 7 അതുപോലെ എഴുതുക. വളരെ ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ഇതാ, 1 + 4/9. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഹോംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പല പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുള്ള ട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അവിടെ ആകുമ്പോൾ നമ്മൾ കുറേ അധികം പ്രോബ്ലംസ് ഈ മെത്തേഡിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ഇതുപോലെ ട്രിക്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.